ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ സിൽവി തോമസ്. സിൽവി സ്പെഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം, നമ്മൾ ഒരു ബ്രൈഡൽ ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ ഹെയർ ആദ്യം നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യണം. അപ്പോൾ നമുക്ക് ഹെയർ പ്രിപ്പറേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പറഞ്ഞു തരാൻ ഒരു ബ്യൂട്ടീഷ്യൻ എത്തിയിട്ടുണ്ട് തലശ്ശേരിയിൽ നിന്ന്, നിഷ. അപ്പോൾ നമുക്ക് നിഷയുടെ വീഡിയോയിലേക്ക് പോവാം അല്ലേ? ഓക്കെ. ഹലോ ഡിയേഴ്സ്, നമസ്കാരം. ഞാൻ നിഷ ഫ്രം തലശ്ശേരി. അപ്പം ഞാൻ നിങ്ങൾക്കിന്ന് പറഞ്ഞു തരാൻ പോകുന്ന ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഹെയർ എങ്ങനെ പ്രെപ്പ് ചെയ്യാം. പ്രത്യേകിച്ച് ബ്രൈഡൽ വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് ഉപകാരപ്പെട്ടോട്ടെ. ഓക്കെ. അപ്പോൾ ഹെയർ എങ്ങനെ പ്രിപ്പറേഷൻ ചെയ്യാമെന്ന് വെച്ചാൽ, ആദ്യമായിട്ട് നമ്മൾ ഹെയർ നല്ലതുപോലെ അസലായിട്ട് ഷാമ്പു ചെയ്ത് വാഷ് ചെയ്യണം. അത് ഏത് ഷാമ്പു ആണെന്ന് വെച്ചാൽ, ഞാൻ ഉപയോഗിക്കുന്നത് ക്ലാരിഫയിങ് ഷാമ്പൂ ഇല്ലേ, നമ്മൾ സ്ട്രെയിറ്റനിങ് സ്മൂത്തനിങ് ഒക്കെ യൂസ് ചെയ്യുന്ന. അപ്പോൾ അങ്ങനെയുള്ള ഷാമ്പൂ വെച്ചിട്ട് വേണം അസലായിട്ട് 1-2 പ്രാവശ്യം ഒരേ സമയത്ത് നല്ല വൃത്തിയായിട്ട് ഷാമ്പൂ ചെയ്ത് ഹെയർ കഴുകി ഉണക്കി. പിന്നെ ഡ്രൈ ഹെയറുള്ള ആൾക്കാർക്ക് മാത്രമേ ഞാൻ കണ്ടീഷണർ ഉപയോഗിക്കാറുള്ളൂ. ഓയിലി ഹെയറുള്ള ആൾക്കാർക്ക് കണ്ടീഷണറിൻ്റെ ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ. എന്നിട്ട് അസലായിട്ട് കഴുകിയിട്ട് ബ്ലോ ഡ്രൈ ചെയ്ത് നല്ല വൃത്തിയായിട്ട് സെൻട്രൽ പാർട്ടീഷൻ എടുത്ത്, പിന്നെ ഇയർ ടു ഇയർ സെക്ഷൻ എടുക്കുക. എന്നിട്ട് നല്ല വൃത്തിയായിട്ട് ക്രിമ്പിങ് ചെയ്യുക. നല്ല കുറേശ്ശെ മുടിയെടുത്തിട്ട് നല്ല വൃത്തിയായിട്ട് ക്രിമ്പിങ് ചെയ്യുക. പിന്നെ അതേപോലെ ക്രൗൺ സെക്ഷനും. ഓക്കെ. അപ്പോൾ സെൻട്രൽ പാർട്ടീഷൻ, ഇയർ ടു ഇയർ, പിന്നെ ക്രൗൺ സെക്ഷൻ, ഇത്രയും ഭാഗം എടുത്ത് നല്ല അസലായിട്ട് കുറേശ്ശെ മുടിയെടുത്ത് ക്രിംപ് ചെയ്ത് നിങ്ങൾ ഹെയർ സ്റ്റൈൽ ചെയ്ത് നോക്കിയേ. നിങ്ങൾക്ക് ഏത് വിധേന വേണമെങ്കിലും പിന്നെ നിങ്ങൾക്ക് മുടി വഴങ്ങും സ്റ്റൈൽ ചെയ്യാൻ. ഓക്കെ ഡിയേഴ്സ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മുടെ ഈ കൊച്ചു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അടുത്ത് തന്നെ ഞാൻ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.